ഹലോ ഗൈസ്, നമുക്കൊന്ന് ഖത്തർ മ്യൂസിയം ഒന്ന് കണ്ടാലോ. ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് ജൂലൈയിൽ എടുത്തതാണ്. ലാസ്റ്റ് ഞാൻ ഖത്തറിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് മ്യൂസിയം ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഈ കോഴിക്കോട് അങ്ങാടിയിലെ പ്ലാനറ്റോറിയവും തൃശ്ശൂർ സൂവും മാത്രം കണ്ടുപോയി ഞാൻ ഈ മ്യൂസിയം കണ്ടിട്ട് മണ്ടരടിച്ച് നിന്ന് പോയിക്കണം. അവിടുത്തെ ഫെസിലിറ്റീസും മ്യൂസിയം ആണെങ്കിലും അവിടെ ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല, ഞാനെൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെച്ചായിരുന്നു. അപ്പം ഗാലറിയിൽ കണ്ടപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അങ്ങനെ മ്യൂസിയം കണ്ടപ്പോഴാണ് ഖത്തറും നമ്മൾ ഇന്ത്യയും പണ്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഒരു ഏത് ഇയറാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിലൊരു ഇയർ സ്പെസിഫിക്കലി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ കറൻസി റുപ്പീസായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് നോളജും ഒക്കെ നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ പറ്റി. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇട്ടാവട്ടത്ത് കറങ്ങിയെടുക്കുന്ന നമുക്ക് ഇതൊക്കെ വലിയ സംഭവമാണ് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തതാണ് വ്ളോഗ്. ഒരുപാട് തെറ്റുകളുണ്ട്, കാണുന്നവർക്കൊന്ന് തിരുത്തി തരിക, ക്ഷമിക്കുക. ഇനിയും വ്ളോഗായിട്ട് വരണം നല്ല ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാലറി ഫുള്ളായപ്പം തോന്നലാണെങ്കിലും വളരെ അടിപൊളിയാട്ടോ. നല്ല രസമാണ് ഈ മ്യൂസിയം തന്നെ കാണാൻ. ഓരോ ഡ്രസ്സും പണ്ടത്തെ ഓരോ ആൻറ്റിക് പീസുകളും കാര്യങ്ങളും ഒക്കെ അത് നല്ല പ്രോപ്പർ വെൽ അറേഞ്ച്ഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഇതായി കാണുന്ന സംഭവം നമ്മൾ ഇന്ത്യ രാജാവ് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഫുൾ ഓഫ് ഡയമണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ കാണുന്നതൊക്കെ ഓരോരോ പണ്ടത്തെ കല്യാണത്തിന് യൂസ് ചെയ്തതിന് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവിടുത്തെ പണ്ടത്തെ ഒരുപാട് കൊല്ലം മുന്നേ യൂസ് ചെയ്തതിന് ജ്വൽസാണ്. ഫിഷിംഗ് ആയിരുന്നു അവിടുത്തെ മെയിൻ സോഴ്സ്. അപ്പോൾ ഫിഷിങ്ങിന് യൂസ് ചെയ്തതിന് സാധനങ്ങൾ അങ്ങനെ എല്ലാം പ്രോപ്പർലി അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും പോരാങ്ങി അവിടെ ഒരു മോണിറ്ററിൽ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫുൾ ഓഫ് ഡിസ്ക്രിപ്ഷനും പിന്നെ പ്ലേയിങ് ഏരിയാസും ഒക്കെ ഉണ്ട്. നമുക്ക് നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീനിൽ ഈ നോട്ട്സിൻ്റെ ഞാൻ പറഞ്ഞ സ്പെസിഫിക്കലി നോക്കുന്നത് അതാണ്, ഇന്ത്യൻ റുപ്പീൻ്റേത്. പിന്നെ പ്ലേയിങ് ടൈപ്പ് ഞാൻ പറഞ്ഞു തന്നല്ലോ, പ്ലേയിങ് ടൈപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ഖത്തറിൻ്റെ ചരിത്രം, മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധം, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് നാച്ചുറൽ ഗ്യാസിൻ്റെ സോഴ്സാണല്ലോ ഖത്തറിൻ്റെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണ് എല്ലാം അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബായ്.